ഇതിന്റെ ഭാഗമായിട്ട് എല്ലാ മേഖലകളും വരും. ഇതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോഴാണ് കേരളത്തിന് എന്തൊക്കെ പദ്ധതി തന്നു. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു റെയിൽവേയുടെ കാര്യത്തിനകത്ത്, അല്ലെങ്കിൽ അതിവേഗ റെയിൽവേ മാത്രമല്ല, എയിംസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, മറ്റേ ആയുർവേദ രംഗത്തെ കാര്യം പറഞ്ഞു. ഒരു കാര്യവും ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടില്ല. എയിംസിൽ എത്രയോ എയിംസ് വന്നു, കേരളത്തിലെ എയിംസിന് ഒരു യാതൊരു അർത്ഥതയില്ല. ആയുർവേദത്തിന്റെ കാര്യത്തിനകത്ത് പറഞ്ഞു എവിടാന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ വളരെ പ്രത്യേകതയോടുകൂടി എടുത്തു പറഞ്ഞാണ് ബീജം. ബീജത്തിന്റെ പ്രത്യേകത കേരളത്തിന് വേണ്ടി മാത്രമല്ല, നമ്മൾ വലുതായിട്ട് ആ തുറമുഖം നമ്മൾ ഉണ്ടാക്കി, അത് വലുതാക്കി ഉണ്ടാക്കിയെടുത്തു, വലിയ ചെലവുണ്ടായി. ഇന്ത്യയിലെ ഏറ്റവും അഭിമാനകരമായ തുറമുഖമായി. ആ തുറമുഖത്തിൽ നിന്ന് ഇന്ത്യയിലെ മറ്റു സ്ഥലത്തേക്ക് പോകണ്ടേ. ഇന്ത്യയിലെ വേറൊരു തുറമുഖം ഇത്ര വലിയ കപ്പൽ എടുക്കത്തില്ല, അടുക്കാനും പോകുന്നില്ല. കാരണം എന്താ, നമ്മൾ ഉണ്ടാക്കുന്ന ആഴമാണ്. 18-20 മീറ്റർ ആഴോട്ട് പിരിഞ്ഞത്. അതുകൊണ്ടാണ് അത്രയും വലിയ കപ്പൽ എടുക്കുന്നത്. അപ്പൊ ഇവിടെ ഇറങ്ങുന്ന കപ്പലുകളിൽ നിന്ന് ചെറിയ കപ്പലുകളിൽ പോവാ, കന്യാകുമാരി പോവാ, ട്രെയിൻ വഴി പോവാ. ഇതിനു വേണ്ടിയിട്ടുള്ള സൗകര്യം രാജ്യത്താകണം. ഇന്ന് മാത്രമല്ല, മറ്റ് രാജ്യങ്ങൾക്കും, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മറ്റ് രാജ്യങ്ങൾക്കും നമ്മുടെ ഈ തുറമുഖം സഹായമാകും. അതിന് വേണമെങ്കിൽ എന്താ വേണ്ടേ, സ്പീഡ് ആവണമെങ്കിൽ നല്ല കോറിഡോർ വേണം. ഞാൻ പറഞ്ഞ വലിയ വേഗതയുള്ള ട്രെയിൻ പോകണമെന്ന് മാത്രമല്ല, നല്ലതുപോലെ സാധനങ്ങൾ കൊണ്ടുപോകാൻ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കോറിഡോർ വേണം. ഈ കണ്ടെയ്നറിന് മറ്റും പോകുന്ന കാർഗോ കോറിഡോർ വേണം. അത് വെച്ചിട്ടില്ല. 6-7 സ്ഥലത്ത് വെച്ച് വേരണം വെച്ചു. രണ്ടാമത് കേരളത്തിൽ എന്തുകൊണ്ടാണോ അതിവേഗ ഒരു കോറിഡോർ വേണ്ടതിന്റെ ആവശ്യം? കേരളം 3000 കിലോമീറ്റർ അകലെ കിടക്കുന്ന സ്ഥലമാണ് ഇത് ചെയ്യുന്നത്. വളരെ ദൂരെ കിടക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ സെൻട്രലിലേക്ക് മറ്റു സ്ഥലത്തേക്ക് എത്തണം. കാരണം ഇന്ത്യയുടെ ഭാഗമായി നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സെന്റർ എന്ന് ഡൽഹി അല്ലേ. മറ്റു നഗരങ്ങളുമായിട്ട് ബന്ധം വേണ്ടേ? യാതൊരു പരിഗണനയില്ല. മറ്റു പല സ്റ്റേറ്റിലും ഹൈദരാബാദ്, പൂനെ, ഹൈദരാബാദ്, ചെന്നൈ, ബാംഗ്ലൂർ, എത്ര കോറിഡോർ ഉണ്ട് അവിടെ? നോർത്തിൽ എത്ര കോറിഡോർ ഉണ്ട്? അങ്ങനെ കോറിഡോർ കൊടുക്കേണ്ടതല്ലേ? ആ കോറിഡോർ വന്നിട്ടേ ഇല്ല. ഇങ്ങനെ യാതൊരു നീതി, ഇതൊന്നും കേരളത്തിലെ ജനങ്ങളുടെ മാത്രമുള്ള പ്രശ്നമല്ല, ഇന്ത്യയിലെ ഇൻഡസ്ട്രി സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം താമരക്കുരുവിന് വേണ്ടിയിട്ടൊരു വ്യവസായം പറഞ്ഞിരുന്നു എന്ന് ഓർമ്മയുണ്ടല്ലോ. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുക, അതിന്റെ പേരുണ്ട് താമരക്കുരു. ഈ ഡയറ്റിംഗ് ഇപ്രാവശ്യം കടലാമയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയുണ്ട്. പിന്നെ ഇങ്ങനെ പദ്ധതികൾ പലതും പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതുകൊണ്ട് നമുക്ക് എങ്ങനെ ഇതുകൊണ്ട് ഗുണമുണ്ടാവുന്നതാണ് നമ്മുടെ പ്രശ്നം. അമേരിക്കയുടെ ട്രംപിന്റെ താരിഫ് വാർ വരുമ്പോൾ എങ്ങനെ നമ്മുടെ കേരളം ഉൾപ്പെടെ ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റിലും ബാധിച്ചു. നമുക്കാണെങ്കിൽ 13,000-4,000 കോടിയാണ് പരമ്പരാഗത വ്യവസായ മേഖലയിൽ മാത്രം ബാധിക്കുന്നത്. കയറും ഒരു കർഷകന് വേണ്ടി